കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ബൈബിൾ ക്ലാസ്സുകൾ ഏവരുടെയും ആത്മീക ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് എളിയവർ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രോഗ്രാമുകൾ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിത്യതയ്ക്കായി ഒരുങ്ങുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് കഴിഞ്ഞ നാളുകളിൽ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നു. അതിനോടനുബന്ധിച്ച് ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഒരു ഉപദേശ പഠന പത്രിക ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ സൗജന്യ വരിക്കാരായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രോഗ്രാമിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ ബന്ധപ്പെടുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തുടർന്ന് പ്രാർത്ഥനയോടെ ഈ ക്ലാസ്സുകൾ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ വന്യതിരുനാമം ഇന്നുമെന്നും എന്നേക്കും ഈ എളിയ ശുശ്രൂഷയിലൂടെയും മഹത്വപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയരായ എല്ലാ ബഹുമാന്യ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ തിരുനാമത്തിൽ ഹൃദയപൂർവ്വമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സ്തോത്രം. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളെ അടിസ്ഥാനമാക്കി ആരാധന എന്ന വിഷയം നമ്മൾ ചില ദിവസങ്ങളായിട്ട് ചിന്തിക്കുകയായിരുന്നല്ലോ. 2-ാമത്തെ വാക്യത്തിൽ ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. പ്രിയമുള്ളവരെ, ആരാധന എന്നുള്ള 1-ാം വാക്യത്തിൽ കൊടുത്ത നിർവചനത്തിൻ്റെ കൂടിയ ഒരു വിശദീകരണമാണ് 2-ാം വാക്യത്തിൽ കാണുന്നത്. ഈ ലോകത്തിന് അനുരൂപരാകരുത്, ദൈവപ്രസാദമുള്ളവരായിരിക്കണം. നമ്മൾ 1-ാമത്തെ വാക്യത്തിലും കാണുന്നുണ്ടല്ലോ, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുകയും. താഴെ നമ്മൾ കാണുന്നുണ്ട് ദൈവഹിതം, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. നമുക്ക് ദൈവഹിതം, ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഹിതം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അതിന് പല ആളുകളും പ്രവാചകന്മാരായ ആളുകളുടെ അടുത്തേക്ക് ഓടുന്നത് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാരിൽ കൂടെ മാത്രമല്ല ദൈവം തൻ്റെ ഹിതം വെളിപ്പെടുത്തുന്നത്. ഏറ്റവും പ്രധാനം, ദൈവം തൻ്റെ ഹൃദയം ഈ തിരുവെഴുത്തിൽ തുറന്നിട്ടിരിക്കുന്നതാണ്. ഈ തിരുവെഴുത്തിൽ നോക്കിയാൽ ദൈവഹൃദയത്തിൻ്റെ തുറന്നുള്ള വെളിപ്പാട് നമുക്ക് കാണാൻ കഴിയും. തിരുവെഴുത്തിൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ ദൈവം തൻ്റെ ഹൃദയം തുറന്നിട്ടിരിക്കുകയാണ്. സ്തോത്രം. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മളുമായുള്ള ഊഷ്മളവും ഹൃദ്യവുമായ സ്നേഹബന്ധമാണ്. അതുകൊണ്ട് പരിമിതിയില്ലാതെ ദൈവം തൻ്റെ ഹിതം മുഴുവൻ തിരുവെഴുത്തിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് വചനത്തിൽ നിന്നാണ് ദൈവഹിതം വ്യക്തമായി ബോധ്യപ്പെടുവാൻ കഴിയുന്നത്. ഈ ലോകത്തിന് അനുരൂപരാകരുത്. ലോകം എന്ന് പറഞ്ഞാൽ ദുഷ്ടൻ്റെ അധീനതയിലിരിക്കുന്ന ഈ വ്യവസ്ഥിതിയാണ് അർത്ഥമാക്കുന്നതെന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടല്ലോ. ഈ ഭൂമിയല്ല, ഈ ലോകത്തിൻ്റെ വ്യവസ്ഥ. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 5-ാം അധ്യായം 19-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു, സർവ്വ ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. അപ്പോൾ ഇവിടുത്തെ വ്യവസ്ഥിതിയെ മുഴുവൻ നിയന്ത്രിക്കുന്നത് പിശാചാണ്. ഇവിടെ സ്വാർത്ഥതയിലൂന്നിയ, ആസക്തികളിൽ മുഴുകിയ, സ്വന്തം നേട്ടത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് ലോകത്തിലുള്ളത്. രക്തബന്ധങ്ങളെപ്പോലും വകവരുത്തി സമ്പത്ത് നേടുവാനായി അന്ധത ബാധിച്ചവരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എത്ര സങ്കടകരമായ കാര്യമാണ്. ഉന്നത നിലയിലുള്ള ഉദ്യോഗസ്ഥന്മാർ, ലക്ഷങ്ങൾ വരുമാനമുള്ളവർ, എല്ലാ ജീവിത സൗകര്യങ്ങളും ഉള്ളവർ, പിന്നെയും ദ്രവ്യാഗ്രഹതര വഞ്ചനയിൽ കുടുങ്ങി നിയമത്തിൻ്റെ കുരുക്കിൽപ്പെട്ട് അലയുന്നത് നമ്മൾ കാണുന്നില്ലേ? ഇത് ലോകത്തിൻ്റെ വഴിയാണ്, ലോകത്തിൻ്റെ വ്യവസ്ഥിതിയാണ്. ഈ വ്യവസ്ഥിതിയോട് നമ്മൾ അനുരൂപപ്പെടുവാൻ പാടില്ല. എനിക്ക് ഉയരണം, എനിക്ക് കേമനാകണം, മറ്റുള്ളവർ എങ്ങനെയാകുന്നു എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല. അങ്ങനെ നമ്മൾ ഒരിക്കലും ആകരുത്. ക്രിസ്താനുരൂപരാകണം. ഒന്നാകരുത്, ഒന്നാകണം. എന്താകരുത്? ഈ ലോകത്തിന് അനുരൂപരാകരുത്. പിന്നെ എന്താകണം? യാഗമാകണം. ദൈവത്തിന് പ്രസാദമുള്ള യാഗമാകണം. ഒന്നും പ്രവർത്തിക്കുന്നതിൽ ഒതുങ്ങുന്നതല്ല ആരാധന. ആയിത്തീരലാണ് ആരാധനയാകത്തുക. ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മളെ തന്നെ ദൈവമഹത്വത്തിനായി സമർപ്പിക്കുക. അങ്ങനെ വരുമ്പോൾ ഈ ലോകത്ത് നമ്മൾ അനുരൂപരാവുകയില്ല. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ കർത്താവ് തന്നെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ച് നമ്മൾ കാണുന്നു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ ഇവരും ലൗകികന്മാരല്ല.
ലൗകികമായതിലേക്കും ജഡികമായതിലേക്കും നമ്മുടെ മനസ്സ് തിരിഞ്ഞു പോകരുത്. അവരങ്ങനെ ചെയ്യുന്നു, പക്ഷേ നീ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ വിശുദ്ധന്മാരാണ്. ഇവിടെ കണ്ടല്ലോ, വിശുദ്ധിയുള്ള യാഗം. എന്താ വിശുദ്ധി? വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനായി മാത്രം വേർതിരിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ, അതാണ് വിശുദ്ധി. വിശുദ്ധി എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് സാമാന്യം എന്നാണ്. ശുദ്ധം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് അശുദ്ധി. ശുദ്ധം അശുദ്ധം, വിശുദ്ധം ഓപ്പോസിറ്റ് സാമാന്യം. ശുദ്ധം, വിശുദ്ധം, പരിശുദ്ധം 3 പ്രത്യേക അർത്ഥത്തിലുള്ള പദങ്ങളാണ്. ശുദ്ധമെന്ന് പറഞ്ഞാൽ വെടിപ്പുള്ളത് എന്ന്, വിശുദ്ധമെന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനായി മാത്രം മാറ്റിവെച്ചത് എന്നർത്ഥം, പരിശുദ്ധമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് മാത്രമുള്ള ഗുണവിശേഷം. ശുദ്ധമെന്നതിൻ്റെ എതിർപദം അശുദ്ധം, വിശുദ്ധം എന്നുള്ളൊരു ഓപ്പോസിറ്റ് സാമാന്യം. പരിശുദ്ധം എന്നുള്ളതിന് ഓപ്പോസിറ്റ് ഇല്ല. കാര്യം ദൈവം തനിമയാർന്നവൻ, യുണീക്കാണ്. ദൈവത്തെ പോലെ ആരുമില്ല, അതിന് പിന്നെ ഒരു ഓപ്പോസിറ്റ് ഇല്ല. സ്തോത്രം. അതുകൊണ്ട് പരിശുദ്ധം എന്നുള്ള ദൈവത്തിന് മാത്രമുള്ള ഗുണവിശേഷമാണ്. അതാണ് വെളിപ്പാട് 15:4, നീയല്ലോ ഏക പരിശുദ്ധൻ എന്ന് തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. അവിടുന്ന് മാത്രമേ പരിശുദ്ധരുള്ളൂ. മാറ്റപ്പെടാത്ത ദൈവിക പ്രഭാവമാണത്. നമ്മൾ വിശുദ്ധന്മാരാണ്. വിശുദ്ധങ്ങളുടെ ഓപ്പോസിറ്റ് സാമാന്യം. അപ്പോൾ ലോകത്തിനോടുകൂടെ, സാമാന്യക്കാരോടുകൂടെ അവരുടെ നിലവാരത്തിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ നമ്മളുടെ വിശുദ്ധി നഷ്ടപ്പെടും. നമ്മളെ ആരാധന എന്ന ആ പദവിയിൽ നിന്ന് നമ്മൾ താണുപോവുകയാണ്. വിശുദ്ധി എന്നുള്ളത് ഒരു കാര്യത്തിനായി മാത്രം സമർപ്പിക്കപ്പെട്ടതാണെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വേർപാടാണ്. ഈ ലോകത്തിൽ നമ്മൾ വേർപെട്ടവരായിരിക്കണം. ലോകം പോകുന്നത് പോലെ പോകരുത്, ലോകം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കരുത്. ലോകത്തിലെ ചിന്താഗതിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചിന്താഗതിയിലേക്ക് നമ്മളുടെ മനസ്സ് പുതുക്കപ്പെടേണ്ടതുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ 1-ാം വാക്യത്തിൻ്റെ ഒരു വിശദീകരണം എന്ന പോലെ നമുക്ക് 2-ാം വാക്യത്തെ നമുക്ക് കാണാനൊക്കെ കഴിയും. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും, അതാണ് നമ്മുടെ നന്മ, പ്രസാദമുള്ളതും പൂർണ്ണതയുള്ളതുമായ ദൈവഹിതം. സ്തോത്രം. അത് തിരിച്ചറിയണമെങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം, മാനസാന്തരപ്പെടണം, ചിന്താഗതിയിൽ മാറ്റമുണ്ടാകണം. അതേ സ്തോത്രം, ഞാൻ എൻ്റെ ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടവനാണ്. എൻ്റെ ദൈവം എന്നെ അവിടുത്തേക്ക് വേണ്ടി അവിടുത്തെ സ്വരൂപത്തിലും അവിടുത്തെ സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ഞാൻ എൻ്റെ മത്സരത്താൽ പാപത്തിൽ നഷ്ടപ്പെട്ട് ദൈവത്തിൽ നന്യപ്പെട്ട് ലോകത്തിന് അനുരൂപനായി മറ്റുള്ളവർ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ച് മറ്റുള്ളവരുടെ വഴികളിൽ എൻ്റെ താല്പര്യങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങൾ പിന്നാലെ പോയി ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ എൻ്റെ കർത്താവിനോട് കരുണ തോന്നി. എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി തന്നെത്താൻ എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന് ആ പരിശുദ്ധ രക്തത്താൽ എന്നെ വീണ്ടെടുത്ത് നിർമ്മലീകരിച്ച് എന്നെ ദൈവം തൻ്റെ മകനാക്കി, തൻ്റെ പൈതലാക്കി തീർത്തു. ഞാൻ ദൈവത്തിൻ്റെ വകയാണ്, ഞാൻ ദൈവത്തിൻ്റേതാണ്, ഞാൻ ദൈവത്തിൻ്റെ വകയാണ്. ഈ തിരിച്ചറിവും ഈ ബോധ്യവും, സ്തോത്രം, അതാണ് ആ ഒരു തിരിച്ചറിവ്, ആ ഒരു ചിന്തയിലേക്ക് ഐ ഡോണ്ട് ബിലോങ് ടു മിസെൽഫ്, ഞാൻ എനിക്കുള്ളവനല്ല, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വകയാണ്. ഞാൻ എൻ്റെ ദൈവത്തിന് യാഗമായി കൊടുത്ത എൻ്റെ ശരീരം അവിടുത്തേക്ക് യാഗമായി സമർപ്പിച്ചതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അപ്പോൾ ഇവിടെ നോക്കണേ, ശരീരം സമർപ്പിക്കുക എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിന് അനുരൂപരാകുന്നതിൻ്റെ പ്രധാന വെളിപ്പാട് നമ്മുടെ ശരീരമണ്ഡലത്തിലാണ് നമ്മൾ വരുന്നത്. അതുകൊണ്ട് നാം നമ്മെ തന്നെ വെടിപ്പും നിർമ്മലതയുമുള്ളവരും സവിശേഷതയുള്ളവരുമായി ദൈവത്തിനായി സമർപ്പിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിതം. സ്തോത്രം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇനി പൊതുവായി ചില കാര്യങ്ങൾ ഈ വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഈ 12-ാമത്തെ അധ്യായത്തിന് 1-ാമത്തെ വാക്യം മുതൽ 15-ാമത്തെ അധ്യായത്തിന് 13-ാമത്തെ വാക്യം വരെ ദൈവഹിതാനുസൃതമായി രൂപാന്തരപ്പെട്ട ബന്ധങ്ങളെയാണ് പൗലോസ് വിശദീകരിച്ചിരിക്കുന്നത്. ദൈവഹിതാനുസൃതമായി രൂപാന്തരപ്പെട്ട ബന്ധങ്ങൾ. ഇവിടെ ഒരു ദൈവ പൈതൽ ഈ ലോകത്തിന് അനുരൂപനാകരുത് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള കൂട്ടുകാരോ അവർക്കുണ്ടാകരുതെന്നോ, മീൻസ് രക്ഷിക്കപ്പെടാത്ത ബന്ധുജനങ്ങളെ വെറുക്കണമെന്നോ ഒന്നുമല്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അർത്ഥം അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ് പോലെ പ്രകാശിക്കണമെന്ന. അതാണ് നമ്മൾ ഫിലിപ്പി ലേഖനത്തിൽ വായിക്കുന്നത്. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചു. ലോകം അന്ധകാരത്തിലാണ്. ഈ അന്ധകാരത്തിൽ ഇരിക്കുന്ന ലോകത്തിൽ നാം ജീവൻ്റെ വചനം പ്രമാണിക്കണം. ഫിലിപ്പ് ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യമാണ് ഞാനിവിടെ ഉദ്ധരിച്ചത്. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. സ്തോത്രം. കണ്ടല്ലോ, ഈ ഇരുളിൽ ജ്യോതിസ് പോലെ. അപ്പം ലോകത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് മാറി നിൽക്കുകയല്ല.
പ്രിയപ്പെട്ട സ്തംഭവിശുദ്ധന്മാരെന്നൊക്കെ ചിലരെക്കുറിച്ച് നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു തൂണിൻ്റെ മുകളിൽ കയറി അങ്ങ് ഇരിക്കുക, ലോകത്തോട് അനുരൂപരാകുന്നത്, ഞാൻ വിശുദ്ധനാ. എൻ്റെ പുനരുദ്ധരണങ്ങളെ അങ്ങനെയല്ല. നമുക്ക് ഈവൻ നിരീശ്വരന്മാരായ ആളുകളോട് പോലും സ്നേഹമുണ്ടായിരിക്കണം, സ്നേഹബന്ധമുണ്ടായി. പക്ഷേ അവരുടെ വഴികളിലേക്ക് നമ്മൾ വശീകരിക്കപ്പെടരുത്, ഈ ലോകത്തിന് അനുരൂപരാകരുതെന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ ജീവിതചര്യ നമ്മൾ അനുകരിക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ബന്ധങ്ങൾ, ഒത്തിരി ബന്ധങ്ങളുണ്ട്, ആത്മീയ ബന്ധങ്ങളുണ്ട്, കുടുംബ ബന്ധങ്ങളുണ്ട്, മീൻസ് യജമാനൻ ദാസൻ എന്ന ബന്ധമുണ്ട്, എന്ന് പറഞ്ഞാൽ ബോസും സബോർഡിനേറ്റും എന്നുള്ള ബന്ധമുണ്ട്. ഇതുപോലെ പല ബന്ധങ്ങൾ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, കുടുംബത്തിൽ ജീവിക്കുമ്പോൾ, സഭയിലായിരിക്കുമ്പോൾ പല ബന്ധങ്ങൾ നമുക്കുണ്ട്. ആ ബന്ധങ്ങൾ ദൈവഹിതാനുസൃതമായിരിക്കണം. അതിനുള്ള മാർഗനിർദ്ദേശമാണ് 12-ാം അധ്യായം 1-ാം വാക്യം മുതൽ 15-13 വരെ നമ്മൾ കാണുന്നത്. ഒന്നാമത് പറഞ്ഞത് ദൈവത്തോടുള്ള ബന്ധമാണ്. ദൈവത്തോട് നമ്മളെ യാഗമയം കൊടുത്തേക്കുക, അതാണ് ആരാധനയായി നമ്മളെ കൊടുത്തിരിക്കുക, അതാണ് ബന്ധം. സ്തോത്രം. അപ്പോൾ വ്യക്തിപരമായ ജീവിതത്തിലെ ചില പ്രായോഗിക ഉപദേശങ്ങൾ എന്ന നിലയിൽ അല്ല, പിന്നെ അതിലുപരിയായി സഭാ ജീവിതത്തിലുള്ള ജീവിത പ്രമാണങ്ങൾ, ദൈവസഭയുടെ ജീവിത പ്രമാണങ്ങളാണ് ഈ ഭാഗത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പാപസംബന്ധമായി നമ്മൾ മരിച്ചുവെങ്കിലും വിശുദ്ധ ജീവിതം സ്വതവേ ഉളവാകുന്നതല്ല. നമ്മൾ പാപസംബന്ധമായി മരിച്ചു, പക്ഷേ വിശുദ്ധ ജീവിതം അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട്, നാച്ചുറലായിട്ട്, സ്വാഭാവികമായിട്ട് അങ്ങ് ഉണ്ടാകുകയില്ല. രക്ഷിക്കപ്പെട്ടാൽ പിന്നെ ഞാൻ പാപമൊന്നും ചെയ്യത്തില്ല, അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരികയില്ല. പാപപ്രകൃതം നമ്മളിൽ പിന്നെയും ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ പാപപ്രകൃതം ഇടയ്ക്കിടയ്ക്ക് തലപൊക്കുകയും ഈ ലോകത്തിൻ്റെ വഴികളിലേക്ക് നമ്മൾ വലിച്ചു കളയുകയും ചെയ്യുവാൻ സാധ്യതയുണ്ട്. അതിന് നമ്മൾ വിധേയപ്പെടാതെ നമ്മൾ ബോധപൂർവം നമ്മൾ ആത്മീയ ജീവിതത്തിനായി നമ്മൾ ഉത്സാഹിക്കുകയും വിശുദ്ധ ജീവിതം നാം ബോധപൂർവമായി ചെയ്യുവാൻ നമ്മൾ ഉത്സാഹിക്കുകയും ചെയ്യണം. ദൈവം മനസ്സലിഞ്ഞതിനാൽ നാം ബോധപൂർവം സ്വമേധയാ നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. സ്തോത്രം. നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിച്ചിരിക്കുക. ദൈവം നമ്മളോട് അതിന് കരുണ കാണിച്ചു. സ്തോത്രം. നമ്മളെ ദൈവത്തിനായി യാഗമായി സമർപ്പിച്ചു. ഇനി ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിന് യാഗമായി സമർപ്പിക്കപ്പെട്ടതാണ്. ഇവിടെ ഇനി ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയല്ലാതെ വേറെ ഒന്നും നമുക്ക് കരണീയമായിട്ടില്ല, നമ്മൾ ചെയ്യുവാൻ പാടുള്ളതല്ല. സ്തോത്രം. അപ്പോൾ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ സ്വമേധയാ നമ്മുടെ ശരീരങ്ങളെ യാഗമായി, ആരാധനയായി ദൈവത്തിന് സമർപ്പിക്കണമെന്ന് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് 12-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യം വരുമ്പോൾ, നാം ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാകിയാൽ അന്യോന്യം ശുശ്രൂഷിക്കണം. അതാണ് അടുത്തത്. ദൈവസഭയിലെ അംഗങ്ങൾ ഒരു ശരീരത്തിലെ അവയവങ്ങളായതുകൊണ്ട് നാം അന്യോന്യം ശുശ്രൂഷിക്കണം. നടന്നു പോകുമ്പോൾ കാലൊന്ന് തട്ടിയാൽ വേഗം കുനിഞ്ഞ് ആ തട്ടുകൊണ്ട് വേദനപ്പെടുന്ന ആ വിരലിൽ കൈകളൊന്ന് പിടിച്ച് ഒന്ന് അമക്കി അവിടെ ഒരു ചെറിയ ഒരാശ്വാസം കൊടുക്കുന്നു. അല്ലെങ്കിൽ ഒരു മുറിവുണ്ടായാൽ, അല്ലെങ്കിൽ ഒരു പൊള്ളലുണ്ടായാൽ ഒന്ന് ഊതി ഒരല്പം ശമനമുണ്ടാക്കുന്നു. ശരീരത്തിൽ തന്നെ അവയവങ്ങൾ പരസ്പരം ശുശ്രൂഷിക്കുന്ന ആ ഒരു ഹൃദയബന്ധം ഇതുപോലെ ആയിരിക്കണം. ദൈവസഭയിൽ അന്യോന്യം ശുശ്രൂഷിക്കണം, കൃപാവരങ്ങളെ കൊണ്ട് ശുശ്രൂഷിക്കണം, ഭൗമിക മണ്ഡലത്തിൽ സഹായം ആവശ്യമുള്ളവരെ ശുശ്രൂഷിക്കണം, നാം അന്യോന്യം ശുശ്രൂഷിക്കണം. അതാണ് 12-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. പ്രത്യേകിച്ച് ഈ കൊറോണയുടെ പരിമിതിയും പ്രതിസന്ധികളുമൊക്കെയുള്ള ഈ പ്രത്യേക കാലഘട്ടത്തിൽ സഭയിലെ സഹോദരങ്ങൾ പരസ്പരം ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ ഉത്സുകരായിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരുടെയും വീടുകളിലോട്ട് പോകണമെന്നൊന്നും അല്ല അതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് ഞെരുങ്ങുന്ന ആളുകൾ, മീൻസ് സ്വയം തൊഴിൽ ചെയ്ത് ജീവിച്ചിരുന്ന സഹോദരങ്ങൾക്ക് വളരെ പരിമിതികൾ ഇന്നുണ്ടായിട്ടുണ്ട്. സ്വയം തൊഴിൽ ചെയ്ത് ജീവിച്ചിരുന്ന സഹോദരങ്ങൾ അവർ അപ്പം തൊഴിൽ ചെയ്യുവാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ തീരെ കിട്ടുന്നില്ല. മീൻസ് ടാക്സി ഡ്രൈവർമാർ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, മീൻസ് അതുപോലെ മറ്റ് പല ചെറിയ സ്വയം തൊഴിൽ ചെയ്ത് മാന്യമായി ജീവിച്ചിരുന്ന സഹോദരങ്ങൾക്ക് ആവശ്യത്തിനുള്ള ജോലിയുടെ സാധ്യതകളില്ലാതെ ഒരു ഞെരുങ്ങുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെക്കുറിച്ച് നമ്മൾ കണ്ണടച്ച് കളയരുത്. നമ്മുടെ ശ്രദ്ധയിൽ അവരുണ്ടായിരിക്കണം. അവരെ കുടുംബങ്ങളുടെ ആവശ്യങ്ങൾ നിവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അന്യോന്യം നമ്മൾ ശുശ്രൂഷിക്കണം. സ്തോത്രം. ഇനി അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ 19-ാമത്തെ വാക്യത്തേക്ക് വരുമ്പോൾ, പ്രതികാരം ചെയ്യരുത്, അത് ദൈവത്തിനുള്ളതാണ്.
നോക്കണേ, പരസ്പര ബന്ധങ്ങൾ നമ്മൾ അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ പ്രതികാരം. നമ്മൾ അവൻ എന്നോട് ചെയ്തു, അവനായിട്ട് ഞാൻ ചെയ്യും. അയ്യോടെ, യു ആർ യൂസർപ്പിംഗ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ചുമതലയെ നീ കവർന്നെടുക്കുക. നിനക്കെന്നാ കാര്യം? പ്രതികാരം ചെയ്യുന്നവൻ ദൈവമല്ലേ? നമ്മളെന്നാ പ്രതികാരം ചെയ്യാനാ? നമ്മൾ നിയമം ഇങ്ങനെ പറഞ്ഞാണ്, നിയമം കയ്യിലെടുക്കരുത് പറയാറില്ലേ? നമ്മൾ നിയമം കയ്യിലെടുക്കരുത്. ഈ പൊതുലോകത്തിലാണെങ്കിലും നിയമം കയ്യിലെടുക്കാം. ഒരുത്തൻ മീൻസ് നമ്മുടെ വീട്ടിൽ അതിക്രമിച്ച് കടന്നിരിക്കട്ടെ, വാതിൽ വിളിച്ച് അകത്ത് കടന്നു, അവനെ അതിക്രമിച്ച് അകത്ത് കടന്നപ്പോൾ നമ്മൾ അവനെ തല്ലിക്കൊന്നാണല്ലോ. അയ്യോ, അതിന് നിനക്ക് അനുവാദമില്ല, നമ്മുടെ പേര് കേസ് വരും. നിയമം നീയല്ല കൈകാര്യം ചെയ്യേണ്ടത്. നിയമം കൈകാര്യം ചെയ്യാനായിട്ട് ഇവിടെ നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്, ഒരു നിയമവ്യവസ്ഥയുണ്ട്, ഇവിടെ കോടതിയുണ്ട്, ഇവിടെ പോലീസുണ്ട്. നിയമം നീ കൈയെടുക്കരുത്. ഇതുപോലെയാണ് നമ്മൾ തന്നെ പ്രതികാരം ചെയ്യാൻ പോകുമ്പോൾ, പ്രതികാരം ആരുടേതാ? ദൈവത്തിൻ്റെതാ. ദൈവത്തിലുള്ള പ്രതികാരം അത് നീ കയ്യേന്തണ്ട, അത് ദൈവം തന്നെ കൈകാര്യം ചെയ്തോളും. അതാണ് പ്രതികാരം ഒരിക്കൽ പോലും പ്രതികാര വാഞ്ച നമ്മുടെ മനസ്സിലുണ്ടാകരുത്. അത് ദൈവത്തിൻ്റെ ചുമതലയിൽപ്പെട്ടതാണ്. അത് പ്രത്യേകം പൗലോസ് എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അധികാരങ്ങൾക്ക് നമ്മൾ കീഴടങ്ങണമെന്ന് 13-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. കാര്യം അധികാരങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവയാണ്. അധികാരങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവയാണ്. അതുപോലെ സഹോദരങ്ങളെ സ്നേഹിക്കണം. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. 13-10-11 വാക്യങ്ങളിലുണ്ട്. കർത്താവ് വരാൻ വളരെ അടുത്തിരിക്കുന്നു. കാലം വളരെ അടുത്തു. കാലം കഴിയാറായി. ഇനി അന്യോന്യം പോരടിച്ചുകൊണ്ട് അന്യോന്യം അകന്നിരിക്കുവാൻ നമുക്ക് എങ്ങനെ കഴിയും? കർത്താവ് വരാൻ വളരെ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് സ്തോത്രം, നാം സഹോദരങ്ങളെ സ്നേഹിക്കേണ്ടതാണ്. സ്തോത്രം. അതുപോലെ ഒന്നിനാലും സഹോദരനെ വ്യസനിപ്പിക്കരുത്. ഭക്ഷണത്താൽ പോലും സഹോദരനെ വ്യസനിപ്പിക്കരുത്. കാര്യം അവന് വേണ്ടി കർത്താവ് മരിച്ചതാണ്. നാം ന്യായവിസ്താരത്തിൽ വരും. അതാണ് 14-ാം അധ്യായത്തിലെ 12-15 വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. നമ്മുടെ ഭക്ഷണത്താൽ പോലും അവൻ്റെ കാര്യത്തിൽ ഞാൻ തവണനും എനിക്കിഷ്ടമുള്ളത് ഞാൻ എന്നാ ഭക്ഷിക്കണമെന്ന് അവനാണോ തീരുമാനിക്കേണ്ടത്? അങ്ങനെ ഒരു മനോഭാവം പാടില്ല. അത് ദൈവസ്നേഹത്തിന് യോജിച്ചൊന്നല്ല. സ്തോത്രം. നോക്കളെ, അവൻ ഇടർച്ച വരുത്തുന്നതാണെങ്കിൽ ഞാൻ ആ ഭക്ഷണ കാര്യത്തിൽ പോലും നിയന്ത്രണങ്ങൾ വെക്കണമെന്നാണ് അതിൻ്റെ 14-ാം അധ്യായത്തിലെ 15-ാമത്തെ വാക്യത്തിൽ അതാണ് പറയുന്നത്. നിൻ്റെ ഭക്ഷണ നിമിത്തം സഹോദരനെ വ്യസനിപ്പിച്ചാൽ നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല. ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ അവനെ നിൻ്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത്. കണ്ടോ? സ്തോത്രം. ഈവൻ നമ്മുടെ വ്യക്തിപരമായുള്ള നമ്മുടെ സ്വാതന്ത്ര്യം പോലും കൂട്ടുസഹോദരൻ്റെ ആത്മീയവർദ്ധനവിനു വേണ്ടി നമ്മൾ മാറ്റിവെക്കുവാൻ തയ്യാറാകണം. എ സെൽഫ് ഇമ്പോസ്ഡ് റെസ്ട്രിക്ഷൻ ഈവൻ ഓൺ അവർ പേഴ്സണൽ ഫ്രീഡം ഫോർ ദ ഗുഡ് ഓഫ് യുവർ കോ ബിലീവേഴ്സ്. നിൻ്റെ സഹവിശ്വാസികളുടെ നന്മയ്ക്കും അവരുടെ ആത്മീയ വർധനവിനും അവർ നിത്യജീവനു വേണ്ടി ഒരുങ്ങുന്നതിനും വേണ്ടി നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ താല്പര്യങ്ങൾ പോലും മാറ്റിവെക്കാനുള്ള സന്നദ്ധതയാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് തിരുവെഴുത്ത് പറയുന്നത്. കാരണം വ്യക്തി കണ്ടില്ലേ, ബന്ധങ്ങൾ ദൈവഹിതപ്രകാരമാകുന്നതിനുള്ള നിർദ്ദേശങ്ങൾ. സ്തോത്രം. നമുക്കിവിടെയും കാണാൻ കഴിയും. കർത്താവിൻ്റെ മരണം, ഉയിർപ്പ്, മടങ്ങിവരവ്, ന്യായവിധി എന്നീ കാര്യങ്ങളെ ഓർമ്മിപ്പിച്ചാണ് വിശുദ്ധ ജീവിതത്തിന് പൗലോസ് ഇവിടെ ആഹ്വാനം നൽകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഇപ്പോൾ 12-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ തന്നെ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ചിട്ടാണ് പ്രബോധിപ്പിച്ചത്. ഏതാ ദൈവത്തിൻ്റെ മനസ്സിൽ 11 അധ്യായങ്ങൾ വിവരിച്ചത്. അപ്പോൾ വെറും പ്രബോധനം മാത്രമല്ല പൗലോസ് തരുന്നത്, അതിൻ്റെ കാരണങ്ങളും നീ ഇങ്ങനെ ചെയ്യണം ഇന്നതുകൊണ്ട്. നിൻ്റെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. കാര്യം നീ ദൈവത്തിൻ്റെ മനസ്സലിവ് അനുഭവിച്ചു. എന്താ മനസ്സലിവ്? പാപത്തിൽ നഷ്ടപ്പെട്ടു പോയ നിന്നെ സ്തോത്രം കർത്താവ് തൻ്റെ രക്തം വിലയായി കൊടുത്തതിനെ വീണ്ടെടുത്ത് തൻ്റെ മകനാക്കി, നിത്യജീവനെ ഓഹരിക്കാരനാക്കി, ദൈവ പൈതലാക്കി. സ്തോത്രം. പുത്രത്വത്തിൻ്റെ പദവി നിനക്ക് തന്നു. സ്തോത്രം. ക്രിസ്തു യേശുവിൽ കൂട്ടവകാശി എന്ന നിലയിലേക്ക് നിന്നെ ഉയർത്തി. ഈ മനസ്സലിവ് അർഹതപ്പെട്ടതാണോ? ഒന്നുമല്ല. നീ കർമ്മങ്ങളാൽ നേടിയതാണോ? അല്ല. വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നടപ്പിൽ നഷ്ടപ്പെട്ടു പോയി ലോകത്തിന് അനുരൂപരായി ജീവിച്ച് നിത്യനാശത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരുന്ന എൻ്റെ നിങ്ങളെ സർവകൃപാലുവായ ദൈവം തൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് തൻ്റെ പരിശുദ്ധാത്മൻ്റെ മുദ്രയിട്ട്, സ്തോത്രം, ഹല്ലേലൂയ, തൻ്റെ കൂട്ടായ്മയിലേക്കാക്കി തീർത്ത് ക്രിസ്തു എന്ന ശിരസിനോട് ബന്ധപ്പെടുത്തിയ ശരീരത്തിൻ്റെ അവയവം പോലെ ഇതിനെ ആക്കി തീർത്തെങ്കിൽ, ഈ മനസ്സിൽ നിന്നോട് കാണിച്ചെങ്കിൽ, ഇനി നിൻ്റെ ശരീരം നിനക്കുള്ളതല്ല, അത് ദൈവം നിനക്ക് തന്നതാണ്. എങ്കിലും ദൈവം അത് ബലാത്കാരണ എടുക്കുകയില്ല. നാം ബോധപൂർവ്വം നമ്മളെ കൊടുത്തേ മതിയാകുള്ളൂ. അപ്പോൾ ഈ പ്രബോധനങ്ങളെല്ലാം അതിൻ്റെ കാരണങ്ങൾ പറയുന്നത്, സ്തോത്രം,
അതിൻ്റെ കാരണം പറഞ്ഞിട്ടാണ് അതിന് ആ പ്രബോധനം പറയുന്നത് നമുക്ക് ശ്രദ്ധേയമാണ്. ചുമ്മാ അതങ്ങ് പറയും നീ അത് ചെയ്യണം, എന്തുകൊണ്ട് ഇത് ഇന്ന കാരണത്താൽ നീ അത് ചെയ്യണം, അങ്ങനെ പറഞ്ഞാണ് ഈ 12-ാം അധ്യായത്തിൽ 1-ാം വാക്യം മുതൽ 15-13 വരെയുള്ള ഭാഗത്ത് സ്തോത്രം ദൈവഹിതപ്രകാരമുള്ള ബന്ധങ്ങളെക്കുറിച്ച് പൗലോസ്ലീഹ പരാമർശിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം ഹൃദയപൂർവമായ കൂട്ടായ്മ ബന്ധം. ഇപ്പോൾ ഇവിടെ ലോകത്തിൽ ഏറ്റവും വിലയുള്ളതെന്ന് പറയുന്നത് ബന്ധങ്ങളാണ്. നമ്മളത് മറക്കരുത്. കോഹിനൂർ രത്നത്തെക്കാൾ വിലയുള്ളത് ബന്ധങ്ങളാണ്. കോഹിനൂറിന് ചിലപ്പം അതിന് വിലയിട്ടാൽ ഒത്തിരി വിലയിട്ടെന്ന് വരും. പക്ഷേ അതിനേക്കാൾ വിലയുള്ളതാണ് ബന്ധം. ആ ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാന ബന്ധം ദൈവത്തോടുള്ള ബന്ധമാണ്. അതാണ് റോമർ ലേഖനത്തിൽ തന്നെ 5:1 വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോടുള്ള ബന്ധത്തിലായി, സമാധാനത്തിലായി, സ്വൈര്യതയിലായി, ശത്രുത്വം നീങ്ങി, നീ ഇന്ന് ദൈവ പൈതലായി, നീ ഇനി ദൈവത്തിനുള്ളവനാണ്, ദൈവത്തിനുള്ളവളാണ്. സ്തോത്ര സമാധാനം. അപ്പോൾ ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാന ബന്ധം ദൈവത്തോടുള്ള ബന്ധമാണ്. ആ ബന്ധം ശരിയായി കഴിഞ്ഞാൽ മറ്റുള്ളവരോടുള്ള ബന്ധം ശരിയാകണം. അതിന് നമ്മൾ ബോധപൂർവമായി ഉത്സാഹിക്കേണ്ടതാണ്. കാരണം അത് സ്വാഭാവികമായി ഉണ്ടാകുന്നതല്ല. സ്തോത്രം. അതിന് ആ ബന്ധങ്ങൾക്ക് ഉള്ള നിർദ്ദേശങ്ങളും പ്രബോധനങ്ങളുമാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ചുരുക്കമായി നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒരു ഓവറോൾ പിക്ചർ നമ്മളിപ്പോൾ കാണുകയായിരുന്നു. ഇനി ഓരോ ഭാഗത്തെക്കുറിച്ച് നമുക്ക് പിന്നെയും വിശദമായിട്ട് ചുരുക്കമായി തന്നെ നമുക്ക് ചിന്തിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 1-2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമായത് ഈ 12-ാം അധ്യായം മുതൽ 15-ാം അധ്യായം വരെയുള്ള ഈ ഭാഗത്ത് പൗലോസ്ലീഹ ഈ കാര്യങ്ങൾ പറയുന്ന ഈ പ്രായോഗിക ജീവിതത്തിലെ ബന്ധങ്ങൾ ദൈവഹിതാനുസൃതമാകുന്നതിനുള്ള പ്രബോധനങ്ങൾ, ഈ പ്രബോധനങ്ങളിലെല്ലാം യേശുക്രിസ്തുവിൻ്റെ വാക്കുകളുടെ പ്രതിധ്വനി നമുക്ക് കേൾക്കാൻ കഴിയും. അത് വളരെ ശ്രദ്ധേയമാണ്. യേശുക്രിസ്തു പഠിപ്പിച്ച ഉപദേശങ്ങളുടെ പ്രതിധ്വനിയാണ്. Paul is echoing forth what Jesus himself had taught. അത് പൗലോസിൻ്റെ വാക്കുകളൊന്നുമല്ല, യേശുക്രിസ്തു പഠിപ്പിച്ച ഉപദേശങ്ങളുടെ മാറ്റൊലിയാണ്, എക്കോയിങ് ആണ്, പ്രതിധ്വനിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ നമുക്ക് ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാനുള്ളത്, പൗലോസ്ലീഹ താൻ തന്നെ മനസ്സിലാക്കുന്നുണ്ട്, എൻ്റെ സുവിശേഷം മാനുഷികമല്ല. ഗലാത്യലേഖനം 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച വചനം മാനുഷികമല്ല, ദൈവത്തിൻ്റെ വെളിപ്പാടിനാൽ ഞാൻ നേരിട്ട് പ്രാപിച്ചതാണ്, ദൈവം പൗലോസിന് കൊടുത്തതാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ജഡത്തിൽ പാർത്ത് ഇവിടെ ശുശ്രൂഷിച്ചിരുന്ന കാലം പൗലോസ്ലീഹ അന്ന് ശൗൽ എന്ന പേരിൽ ബെന്യാമിൻ ഗോത്രക്കാരൻ പരീശൻ ശുഷ്കാന്തിയോടുകൂടി സഭയെ ഉപദ്രവിക്കാൻ കച്ചുകെട്ടി ഇറങ്ങിയവൻ, മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം കൈക്കലുള്ളവൻ, അങ്ങനെ ആവേശത്തോട് ഒരു തീവ്രവാദി എക്സ്ട്രീം റൈറ്റ് വിങ് ആക്ടിവിസ്റ്റ് അങ്ങനെ ജീവിച്ച ആളാണ്. അങ്ങനെ ജീവിച്ച ആൾ ശത്രുവായിരുന്നു, ദോഷിയായിരുന്നു, സഭയെ ഉപദ്രവിച്ചവനായിരുന്നു. എന്ന് ദൈവവനോട് കരുണ കാണിച്ചു തൻ്റെ മകനാക്കി തൻ്റെ അപ്പസ്തോല പദവിയിലേക്ക് ദൈവം അവനെ നിയമിച്ചു. അപ്പസ്തോലന്മാർക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളിൽ അപ്പസ്തോലന്മാർ തന്നെ പറഞ്ഞ ചില യോഗ്യതയിൽ ഒരു യോഗ്യതയാണ് ഏതാണ്? യേശുക്രിസ്തുവിനോട് കൂടെ നടന്ന് യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളും വാക്കുകളും കേട്ടവനായിരിക്കണമെന്ന്. പൗലോസിനുള്ള അവസരം കിട്ടിയില്ലല്ലോ, കാലം കടന്നുപോയല്ലോ. എങ്കിലും ദൈവത്താൽ കഴിയാത്തതുണ്ടോ? നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ടല്ലോ, യോവേലിൻ്റെ പുസ്തകത്തിൽ, തുള്ളനും വെട്ടുക്കിളിയും തിന്നുകളഞ്ഞ നാളിൽ കൊത്തവണ്ണം ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞതുപോലെ പൗലോസ് തീവ്രമായ മതചിന്തയോടുകൂടി ശത്രുതയിൽ കഴിഞ്ഞിരുന്ന ആ കാലത്ത് കർത്താവിനോടുള്ള വ്യക്തിബന്ധം അനുഭവിക്കുവാൻ അവന് കഴിയാതെ പോയി, കർത്താവിനെ കാണാൻ കഴിയാതെ പോയി. കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ വ്യക്തിബന്ധം പുലർത്തുവാൻ അവന് കഴിയാതെ പോയി. എന്നാൽ ആ തുള്ളനും വെട്ടുക്കിളിയും തിന്നുകളഞ്ഞ നാളുകൾ ഒരർത്ഥത്തിൽ അവർ മടക്കി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. മൂവാണ്ട് അറേബ്യയിൽ പൗലോസ് ധ്യാനത്തിലും സ്തോത്രം ദൈവിക സംസർഗത്തിലും ചെലവഴിച്ചപ്പോൾ യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷ കാലയളവിൽ 3.5 കൊല്ലം കർത്താവ് ചെയ്ത ശുശ്രൂഷകൾ പ്രധാനമായവ മുഴുവനും കർത്താവ് പഠിപ്പിച്ച ഉപദേശങ്ങളെല്ലാം തന്നെ ഒരു ദർശനമായി പൗലോസിന് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അതുകൊണ്ടാണല്ലോ പൗലോസ് മറ്റപ്പോസ്തലന്മാർ എഴുതാൻ വിട്ടുപോയ വസ്തുതകൾ പോലും പൗലോസ് എഴുതിയിട്ടുണ്ട്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലതെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്കുകളെ ഓർത്തുപോയി. അത് വേറെ അപ്പോസ്തലന്മാർ ആരും എഴുതിയിട്ടില്ല.
പൗലോസ് അവിടെ പറയുമ്പോൾ ഞാൻ ഓർത്തു എന്ന് പറയുമ്പം നീ ഇവിടെ കേട്ടിട്ടാണ് നീ ഓർക്കുന്നത്, നേരിട്ട് കേട്ടത് ഓർത്തു എന്നുള്ളതാണ്. ആരാണ്ട് പറഞ്ഞു കേട്ടതല്ല, നേരിട്ട് കേട്ടത് ഓർത്തു എന്നുള്ള അർത്ഥമാണ് ഗ്രീക്കിൽ അവിടെ ഉള്ളത്. അപ്പോൾ നീ എവിടെ കേട്ടു? ഞാൻ ആ ദർശനത്തിൽ കേട്ടു. അങ്ങനെ പൗലോസിന് നേരിട്ടുള്ള ദൈവിക വെളിപ്പാട് ലഭിച്ചു എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകമായ ഒരു തെളിവ് നമുക്ക് ഇവിടെയും കാണാൻ കഴിയും. അതായത് യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ യേശുക്രിസ്തു പഠിപ്പിച്ച ഉപദേശങ്ങളും കർത്താവിൻ്റെ ശുശ്രൂഷ കാലയളവിൽ വിവിധ സന്ദർഭങ്ങളിൽ പഠിപ്പിച്ച ഉപദേശങ്ങളും പൗലോസ് റോമാലേഖനത്തിൻ്റെ ദൈവഹിതാനുസൃതമായ ബന്ധങ്ങളെ വിശദീകരിക്കുന്ന ഈ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ചില വേദപണ്ഡിതന്മാർ യേശുക്രിസ്തു പഠിപ്പിച്ച ആ ഉപദേശം പൗലോസായിട്ട് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ചാർട്ട് പോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ അതുകൊണ്ട് ഇത് പൗലോസിൻ്റെ സ്വയമായ പ്രബോധനമല്ല, പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ സ്തോത്രം നമുക്ക് വ്യക്തമാക്കി ഒന്നും കൂടി അത് ലളിതമായി നമുക്ക് നൽകിയിരിക്കുക. കർത്താവിനേക്കാൾ കൂടുതൽ ലളിതമാക്കാൻ കഴിയുകയില്ല. കർത്താവ് പറഞ്ഞത് തന്നെ പൗലോസ് ഒന്നും കൂടി എക്കോ ഫോർത്ത് ചെയ്യുകയാണ്. കർത്താവിൻ്റെ വാക്കുകളെ പ്രതിധ്വനിപ്പിക്കുന്നതാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. കർത്താവ് ചോദിച്ചാൽ നമുക്ക് ലിസ്റ്റ് പോലെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കാണാം. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഇത്രത്തോളം ദൈവം നമ്മെ സ്നേഹിച്ചു, ഇത്രത്തോളം ദൈവം നമ്മെ കരുതിയെങ്കിൽ ദൈവത്തോടുള്ള ബന്ധം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ദൈവത്തോട് സമാധാനം ദൈവം നമുക്ക് തന്നു എങ്കിൽ കൂട്ടുസഹോദരന്മാരോട് നാം സമാധാനമായിരിക്കണം. കർത്താവിനെ സ്നേഹിക്കണം, കർത്താവിനെ സ്തോത്രം ആരാധിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മഹത്വത്തിനായി തന്നെ നമ്മൾ ജീവിക്കണം. യാഗമായി അർപ്പിച്ചതുപോലെ ആരാധന എന്നാൽ യാഗമാണ്. സ്തോത്രം. പുതിയ നിയമ ആരാധന എന്ന യാഗത്തിൽ യാഗമൃഗം ഞാനും നിങ്ങളുമാണ്. നമ്മളെ തന്നെ, നമ്മുടെ ശരീരങ്ങളാണ്. സ്തോത്രം. നമ്മുടെ ശരീരങ്ങളും ദൈവപ്രസാദമുള്ള യാഗമായി അർപ്പിക്കപ്പെട്ടതുപോലെ നാം ലോകത്തിൽ ജീവിക്കണം. അങ്ങനെയെങ്കിൽ നോക്കണേ, ആന്തരിക ബന്ധങ്ങളുണ്ട്. ഈ ലോകത്തിലെ ആളുകളോട് നമ്മൾ പെരുമാറുന്നത്, സ്തോത്രം, കൂട്ടുസഹോദരങ്ങളോട് നമ്മൾ പെരുമാറുന്നത്, സ്തോത്രം, ദൈവസഭയിൽ നമ്മൾ പെരുമാറുന്നത്, എല്ലാ മേഖലകളിലും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലോകത്തിലെ അധികാരികളോട് നമ്മൾ പെരുമാറുന്നത്, ലൗകിക ജീവിതത്തിൽ സെക്കുലർ ലൈഫിൽ നമ്മൾ ഇടപെടുന്നത്, ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി പൗലോസ്ലീഹ സ്തോത്രം പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം നമുക്ക് പ്രബോധനമായി ഇവിടെ നൽകിയിട്ടുണ്ട്. കർത്താവിനെ വെച്ചാൽ നമുക്ക് ചുരുക്കമായിട്ട് അത് ചിന്തിക്കാം. ഇത് യേശുക്രിസ്തുവിൻ്റെ തന്നെ ഉപദേശത്തിൻ്റെ പ്രതിധ്വനിയായിട്ട് നമുക്ക് ഈ ഭാഗത്തെ കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഇത്ര വ്യക്തമായി നമുക്ക് പ്രബോധനങ്ങളും ഉപദേശങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കർത്താവിൽ കൂടെയും തൻ്റെ അപ്പസ്തോലന്മാരിൽ കൂടെയും നമുക്ക് നൽകി തന്നിട്ടുള്ളതിനാൽ കൺഫ്യൂഷൻ്റെ ഒരു കാര്യവുമില്ല. ഞാൻ എന്താ ഇവിടെ ചെയ്യേണ്ടത് അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല. വ്യക്തമായി ദൈവം നമുക്ക് വെളിപ്പാട് തന്നിട്ടുണ്ട്. അതനുസരിച്ച് ജീവിപ്പാൻ നമ്മെ തന്നെ യാഗമായി, ദൈവപ്രസാദമുള്ള യാഗമായി, യഥാർത്ഥ ആരാധകരായി ദൈവമഹത്വത്തിന് നമ്മളെ സമർപ്പിച്ച് ജീവിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.